ഹായ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത് അല്ലേ. നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് സെക്ഷനിലുള്ള 1 to 20 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? MCQ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ, ഓബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ മിക്ക പേരും അത് എന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്യും അല്ലെ. സിമ്പിൾ ആയതായിരിക്കും, പക്ഷെ എന്താണ്, പെട്ടെന്ന് നമുക്ക് കാണുന്ന സമയത്ത് അയ്യോ ഇതെനിക്ക് അറിയില്ല എന്നുള്ളതിൽ നമ്മൾ എന്താക്കും? സ്കിപ്പ് ചെയ്ത് കളയും. പക്ഷെ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, ജസ്റ്റ് ഒരു ചെറിയൊരു ഹിന്റ് അവിടെ കൊടുത്തിട്ടും ഉണ്ടാവും. അപ്പൊ അതിനെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇതൊരു സോൾവ് ചെയ്യാന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇതെന്ന് പറയുന്നത് ക്ലാസ് 12ന്റെ മാത്സിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിലൂടെ സോൾവ് ചെയ്യുന്നത് കേട്ടോ. ബാക്കിയുള്ള സബ്ജക്ട്സിന്റെ MCQ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന വീഡിയോസ് ഉടനെ വരും കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിന്റെ ഈ ഒരു ചാനൽ എന്താക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരണോ? വേണ്ടല്ലേ. എന്താണ്? ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടന്നാലോ. കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ദ കോർഡിനേറ്റ്സ് ഓഫ് എ മിഡ് പോയിന്റ് ഓഫ് ദി മിഡ് പോയിന്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് കോർഡിനേറ്റ് എന്താണ്? 4-1 ആണ്. ആൻഡ് ബി എന്ന് പറയുന്നത് എന്താണ്? 7,2 ആണ്. നിങ്ങൾ ആദ്യം ഓർമ്മിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ ചാപ്റ്ററും നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ലേ, പഠിച്ചതായിരിക്കും നമ്മൾ ഓരോ ചാപ്റ്ററും. ആ ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസും കാര്യങ്ങളും നോക്കി വെക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇനി മാത്സ് അല്ല, വേറെ ഏത് സബ്ജക്റ്റ് ആയാൽ പോലും ആ ഒരു സബ്ജക്റ്റിന് അതിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, എന്ത് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്ന് നോക്കി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഉള്ള ഒരു ഫോർമുലേനെ ബേസ് ചെയ്തിട്ടാണ് എന്തെന്ന് പറയുന്നത്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കോർഡിനേറ്റ്സ് കണ്ടെത്താനാണ്. എന്തിന്റെ? മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. മിഡ് പോയിന്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എ എന്ന് പറഞ്ഞിട്ട് ഒരു കോർഡിനേറ്റ് തന്നിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞിട്ട് ഒരു കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, രണ്ട് കോർഡിനേറ്റ്സ്, ലൈനിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. നമ്മളോട് എന്താണ്? മിഡ് പോയിന്റ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? BR 4 വാല്യൂസ് നമുക്ക്, അല്ലെങ്കിൽ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഇതിനെ ചൂസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മിഡ് പോയിന്റിന്റെ ഫോർമുല എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? നിങ്ങൾക്കറിയാം എന്ത്? മിഡ് പോയിന്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഈക്വൽസ് എന്താണ്? x1 plus x2 by 2. ഇത് x കോർഡിനേറ്റിന്റെ. പിന്നെന്താണ്? y1 plus y2 by 2. ഇതല്ലേ എന്ത്? മിഡ് പോയിന്റ് ഫോർമുല എന്ന് പറയുന്നത്. നമ്മളോട് പറഞ്ഞത് എന്താണ്? മിഡ് പോയിന്റ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ x1 plus x2 by 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കോർഡിനേറ്റ് കിട്ടും. സെക്കൻഡ് കോർഡിനേറ്റ് കിട്ടാൻ എന്താക്കണം? നമുക്ക് തന്നിരിക്കുന്ന എ ബിയിൽ നിന്ന് y1 plus y2 by 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y വാല്യൂ കിട്ടും. ആ ഒരു കോർഡിനേറ്റിന്റെ y വാല്യൂ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 4 plus 7 divide by 2 എന്നും, അതേപോലെ തന്നെ നെക്സ്റ്റ് എന്താണ്? -1 plus 2 by 2 എന്ന് കിട്ടും. -1 plus 2 by 2 എന്ന് കിട്ടും. എന്താണ് 4 plus 7 എന്ന് പറയുന്നത്? 11 by 2 ആണ് അല്ലേ. സെക്കൻഡ് കോർഡിനേറ്റ് എന്താണ്? -1 plus 2, +1. അങ്ങനെയാണെങ്കിൽ 1 by 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് കോർഡിനേറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏതാണ് നമ്മൾ റെഡി? ഏതാണ് ശരിക്കുള്ള ആൻസർ? ഓപ്ഷൻ ഡി ആണ് അല്ലേ. അതാണല്ലോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജസ്റ്റ് ഒരു ഫോർമുല ഓർമ്മിച്ച് വെച്ചാൽ മതി അല്ലേ. കുറെ മീൻസ് ഓരോ ചാപ്റ്ററിലും കുറച്ച് ഫോർമുലേ വരുള്ളൂ. മൊത്തം ചാപ്റ്ററിനെ ബേസ് ചെയ്യുമ്പോഴാണ് കുറെ ഫോർമുലാസ് വരും. ഓരോ ചാപ്റ്ററിന്റെ ഫോർമുലാസും നമ്മൾ ബൈഹാർട്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ, മീൻസ് ബൈഹാർട്ട് എന്നല്ല, നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? സിമ്പിൾ ആണ്. ഓപ്ഷൻ ഡി ആണെന്ന് മനസ്സിലായല്ലോ. ഇതിന്റെ സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന കോർഡിനേറ്റ്സ് 4-1 7,2 എന്ന് പറഞ്ഞിട്ടുള്ള കോർഡിനേറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. മിഡ് പോയിന്റ് ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു 2 കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സെന്റർ മിഡ് പോയിന്റ്, ആ പേരിൽ തന്നെ ഉണ്ട്, മിഡ് പോയിന്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ആണ് എന്ത്? x1 plus x2 by 2, y1 plus y2 by 2 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇതാണ് എന്തെന്ന് പറയുന്നത്? ആ ഒരു മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്?
ദ ഇക്വേഷൻ ഓഫ് സർക്കിൾ ഹൂസ് സെന്റർ ഇസ് 3,4. ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് തന്നിട്ടുണ്ട് സർക്കിളിന്റെ സെന്റർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഏതാണ് കോർഡിനേറ്റ്സ്? 3,4 എന്ന് പറഞ്ഞിട്ടും റേഡിയസ് ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്. റേഡിയസ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ? എങ്ങനെയാണ് നമ്മൾ ഇത് സോൾവ് ചെയ്യുക? എങ്ങനെയാണ് നമ്മൾ ഇതിൽ സോൾവ് ചെയ്യുക? ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന കാര്യം എന്താണ്? ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു 2-3 ലൈൻ മാക്സിമം. ഓക്കെ, മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് അവിടെ ഉണ്ടായാൽ മതി. ഓക്കെ ആണല്ലോ? സോ തന്നിരിക്കുന്ന കാര്യം എന്താണ്? 3,4. സോറി, കളർ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. എന്താണ് തന്നിരിക്കുന്നത്? കോർഡിനേറ്റ്സ് 3,4 ആണ് തന്നിട്ടുണ്ട് അല്ലെ? കോർഡിനേറ്റ് 3,4 ആണ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ എന്താണ് തന്നത്? റേഡിയസ് തന്നിട്ടുണ്ട് അല്ലെ? റേഡിയസ് 5 ആണ് തന്നിട്ടുണ്ട് അല്ലെ? തന്നിരിക്കുന്ന കാര്യം തന്നെയാണ് ഞാൻ എടുത്ത് എഴുതിയത്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ആണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താണ് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ? എക്സ് മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് y1 ഹോൾ സ്ക്വയർ ഈക്വൽസ് ആർ സ്ക്വയർ അല്ലെ? ചിലപ്പോൾ വേരിയബിൾസിന് ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ആർ സ്ക്വയറിനോ എക്സ് സ്ക്വയറിനോ ആയിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. സോ x1 മൈനസ് x2 ബൈ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ബൈ ഹോൾ സ്ക്വയർ ഇസ് ആർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ കണ്ടെത്താം? എക്സ് മൈനസ് എന്താണ് x1? x1 നമുക്കറിയാം, കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് 3 ആണ്, ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് എന്താണ് y1? 4 ആണല്ലേ? 4 ഹോൾ സ്ക്വയർ ഈക്വൽസ് ആർ സ്ക്വയർ എത്രയാണ്? 5 സ്ക്വയർ. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ അതിനെ ബേസ് ചെയ്ത് ഇക്വേഷൻ ഉണ്ടാക്കി. ഇനി നമുക്ക് ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്തൂടെ? എങ്ങനെ? ഇതേ പറയുന്നത് a മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമിലാണ്. അങ്ങനെയാണെങ്കിൽ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലെ? ഫസ്റ്റ് നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. അതേപോലെ തന്നെ സെക്കൻഡ് സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? y സ്ക്വയർ മൈനസ് 8y പ്ലസ് 16 ഈക്വൽസ് ടു 5 എത്രയാണ്? 25 ആണ്. ഈക്വൽസ് 25. നമ്മുടെ ഇക്വേഷൻ കിട്ടി. ഇനി സിംപ്ലിഫൈ ചെയ്യാം. ഒന്നും കൂടി ഒറ്റ സ്റ്റെപ്പിലും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ഒരു ടേം എടുത്തു, ഈ ഒരു ടേം എടുത്തു, എക്സ് സ്ക്വയറും വൈ സ്ക്വയർ എടുത്തു. മൈനസ് പിന്നെന്താണ് വരുന്നത്? മൈനസ് 6x അതും എടുത്തു. പിന്നെന്താണ് വരുന്നത്? മൈനസ് 8y അതും എടുത്തു. പിന്നെന്താണ്? ഒരു 9 ഉണ്ട്, പ്ലസ് 16 ഉണ്ട്. 9 പ്ലസ് 16 എത്രയാണ്? പ്ലസ് 25 ആണ്. സോ ആ പ്ലസ് 25 ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത്, ആർസിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? ഇവിടെയുള്ള 25ഉം ഇപ്പുറത്തുനിന്ന് വരുന്ന ഒരു 25 ഉണ്ടാവല്ലോ, ക്യാൻസൽ ഔട്ട് ചെയ്യും. ഈക്വൽസ് 0. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6x മൈനസ് 8y എന്ന് പറയുന്നതാണ് ഇത് നമ്മുടെ ഇക്വേഷൻ, സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഏത്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ ആണല്ലോ? സോ ഓപ്ഷൻ സി ആണ് എന്ത്? നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണേ? സോ അതിന്റെ സൊല്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ജസ്റ്റ് ഒരു ഈ ഒരു 3 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അത്ര സിമ്പിൾ ആണ്. അപ്പൊ ആ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ഓർമ്മ കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ, നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണല്ലോ? പിന്നെന്താണ് പറയുന്നത്? സോ റേഡിയസ് തന്നിട്ടുണ്ട്, സെന്റർ ഓഫ് ദി സർക്കിൾ തന്നിട്ടുണ്ട്, പിന്നെ എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് ഇക്വേഷൻ അറിയാം. നമുക്ക് ഇക്വേഷൻ അറിയെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്തതിനു ശേഷം സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6x മൈനസ് 8y എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇക്വേഷൻ കിട്ടും. ഓക്കെ ആണല്ലോ? റെഡി? നെക്സ്റ്റ് വൺ, ദ ഇന്റർസെപ്റ്റ് മെയ്ഡ് ബൈ ദി ലൈൻ 3x മൈനസ് 2y പ്ലസ് 12 ഈക്വൽസ് 0. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇന്റർസെപ്റ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ? എന്തിന് ഇന്റർസെപ്റ്റ്? ഈ ഒരു ലൈനിന്റെ ഇന്റർസെപ്റ്റ് മെയ്ഡ് ബൈ ദി ലൈൻ ആണ് ചോദിച്ചത്. ഏതാണ് ആ ലൈന്? ഈ ഒരു ലൈൻ 3x minus 2y plus 12 equals to 0 എന്ന് പറഞ്ഞിട്ടുള്ള ലൈൻ ഓൺ ദി കോർഡിനേറ്റ് ആക്സിസ് ആർ. ഏതാണ് അല്ലെ? കോർഡിനേറ്റ് ആക്സിസിൽ ഈ ഒരു ലൈന് ഇന്റർസെപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ? എക്സ് കോർഡിനേറ്റിലും വൈ കോർഡിനേറ്റിലും ടച്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു ഡിസ്റ്റൻസ് ആണ് അവിടെ ചോദിക്കുന്നത്. ഒറിജിനൽ ആ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. അതാണ് എന്ത് എന്ന് പറയുന്നത്? ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ഏത് ഇന്റർസെപ്റ്റ്? എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇക്വേഷനിൽ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണ് ശരിക്കുള്ള, ഏതാണ് അല്ലെങ്കിൽ റെഡി ആയിട്ടുള്ള ആൻസർ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എന്ത്? നമുക്ക് ആദ്യം കണ്ടെത്തേണ്ടത് എന്താണ്? എക്സ് ഇന്റർസെപ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ വൈ ഇന്റർസെപ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. വൈ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യാം?
വൈ ഇന്റർസെപ്റ്റ് നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. വൈ ഇന്റർസെപ്റ്റ് കണ്ടെത്താൻ എന്താക്കും, നമ്മൾ എക്സിന് 0 കൊടുക്കൂലേ. സോ എന്താ അവിടെ ഇക്വേഷൻ? സോ വൈ ഇന്റർസെപ്റ്റ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ വൈ ഇന്റർസെപ്റ്റ് ആണ് കണ്ടെത്തേണ്ടത്. സോ വൈ ഇന്റർസെപ്റ്റ് കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്താക്കണം, എക്സിന് 0 കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്തായി മാറി? ഇക്വേഷൻ മാറി 3 × 0 മൈനസ് 2y + 12 ഈക്വൽസ് 0 മൈനസ് 2y ഈക്വൽസ് -12 അല്ലേ. അപ്പോ ഈ ഒരു -2 അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ y ഈക്വൽസ് ടു 2 ഭാഗം കട്ടാവും അല്ലേ. സോ 12/2 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. സോ y ഈക്വൽസ് 6 ആണ് കിട്ടി അല്ലേ. y ഇന്റർസെപ്റ്റ് 6 ആണ് കിട്ടി. അങ്ങനെയാണെങ്കിൽ x ഇന്റർസെപ്റ്റ് എന്തായിരിക്കും? സെയിം കേസ് തന്നെ, പക്ഷെ ആർക്ക് 0 കൊടുക്കും? y ക്ക് 0 കൊടുക്കും. സോ x ഇന്റർസെപ്റ്റിന്റെ കേസാണ് y ഈക്വൽ ടു ഇക്വേഷനിൽ തന്നിരിക്കുന്ന ഇക്വേഷനിൽ y 0 എന്നിട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? 3x മൈനസ് 2y എന്നുള്ളത് 2 × 0 എന്നാണ് വരിക. സോ ആ ഇത് ക്യാൻസൽ ഔട്ട് ആവും. പ്ലസ് 12 എന്ന് പറയുന്നത് ഈക്വൽ ടു 0 എന്നാവുമല്ലോ. സോ 3x ഈക്വൽസ് ടു -12, x ഈക്വൽസ് ടു -12/3 -4 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടും. സോ ഏതൊക്കെയാണ് ഈ ഒരു ലൈൻ മേക്ക് ചെയ്യുന്ന ഇന്റർസെപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ -4,6 അല്ലേ. ഏതെങ്കിലും ഉണ്ടോ? ഓപ്ഷൻ ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി ആണ് അല്ലേ. -4 ആൻഡ് എന്താണ് 6 എന്ന് പറഞ്ഞിട്ടാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ഇന്റർസെപ്റ്റ്സ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ജസ്റ്റ് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ കണ്ടെത്തുക അല്ലേ. നിങ്ങളെന്നെ കണ്ടല്ലേ എന്താണ് ഈ ഒരു ഇത്ര കൊടുത്തത് നിങ്ങൾ നോക്കണ്ട. ഈ ഒരു ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കൊടുത്തതെന്നുള്ളൂ കേട്ടോ. സോ ദ ഇന്റർസെപ്റ്റ്സ് മെയ്ഡ് ബൈ ദി ലൈൻ ആണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സും കണ്ടുപിടിക്കണം, വൈയും കണ്ടുപിടിക്കണം. എക്സ് കണ്ടെത്തണമെങ്കിൽ y 0 ആക്കിയിട്ട് കൊടുക്കും. y ഇക്വേഷനിൽ y 0 ആക്കി കൊടുക്കും. അങ്ങനെയാണെങ്കിൽ y കണ്ടെത്തണമെങ്കിലോ x 0 ആക്കി കൊടുക്കും. അങ്ങനെ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടും. എന്താണ്? y ഈക്വൽ ടു 6 എന്ന് പറഞ്ഞിട്ടും കിട്ടും അല്ലേ. അതേപോലെ തന്നെ x ഈക്വൽസ് ടു -4 എന്ന് പറഞ്ഞിട്ടും നമുക്ക് കിട്ടും. x ഈക്വൽ -4 എന്ന് പറഞ്ഞിട്ട് കിട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്ക് കിട്ടും? എന്താണ് y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് 0,6 എന്ന് പറഞ്ഞാൽ x കോർഡിനേറ്റ് 0 ആണ്. സോ 0,6. അതേപോലെ തന്നെ എക്സിന്റെ കേസിലോ -4,0 എന്നായിരിക്കും നമ്മളെ ഇന്റർസെപ്റ്റ് വരിക. ഓപ്ഷൻ ഏതാണ്? -4,6 ബി. ഓക്കെ, റെഡി ആണല്ലോ അല്ലെ. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. എന്ത്? ഇഫ് a ഈക്വൽസ് ടു 1 മെട്രിക്സ് ആണ്. എ എന്ന് പറയുന്ന മെട്രിക്സ് ഈക്വൽസ് ടു എന്താണ് അതിലെ എലമെന്റ്സ് എന്ന് പറയുന്നത്? മെട്രിക്സിലെ എലമെന്റ്സ് എന്താണെന്നാണ് പറയുന്നത്? 1 2 3 4 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, റോ വൈസ് ആണ് ഞാൻ പറഞ്ഞത്. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ വാല്യൂ ഓഫ് എന്ത്? എ പ്ലസ് എ ട്രാൻസ്പോസിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എ പ്ലസ് എ ട്രാൻസ്പോസിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കണ്ടെത്താം. നോക്കാം എങ്ങനെയാണെന്ന്. സോ എ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? എ ഈക്വൽസ് ടു 1 2 3 4. അങ്ങനെയാണെങ്കിൽ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ടി അല്ലേ. ടി എന്ന് പറഞ്ഞിട്ടല്ലേ റെപ്രസെന്റ് ചെയ്യുക. എ ട്രാൻസ്പോസിന് ടി വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുക. സോ അങ്ങനെയാണെങ്കിൽ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് റോസിനെ കോളാക്കുക, കോളത്തിനെ റോ ആക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു മെട്രിക്സിനെ എങ്ങനെ മാറ്റും? ഈ 1 3 എന്ന് പറഞ്ഞ കോളത്തിന് ഞാൻ റോ ആക്കി എഴുതി. പിന്നെ 2 4 എന്ന് പറഞ്ഞ കോളത്തിന് ഞാൻ എന്താക്കി എഴുതി? റോ ആക്കി എഴുതി. സോ അങ്ങനെ നമുക്ക് എ ട്രാൻസ്പോസ് കിട്ടിയില്ലേ. എയും കിട്ടി, എ ട്രാൻസ്പോസും കിട്ടി. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടെത്തിയാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വേണ്ട സമ്മിന്റെ രണ്ട് മാട്രിക്സിന്റെ സമ്മ് നമുക്ക് കിട്ടും. എന്താണ് അപ്പൊ വരിക? സോ അതെന്ന് പറയുന്നത് 1 + 1 വരും. പിന്നെ 2 + 3 വരും. 2 + 3 വരും. 3 + 2 വരും. നെക്സ്റ്റ് എന്താണ് വരിക? 4 + 4 വരും. സോ ഇതല്ലേ നമുക്ക് കിട്ടണ്ടേ? നമുക്ക് കിട്ടേണ്ട വാല്യൂ അപ്പൊ എന്തായിരിക്കും? 1 + 1 എന്താണ്? 2 ആണ്. സോ പിന്നെ 2 + 3 എന്താണ്? 5 ആണ്. 3 + 2 എന്താണ്? 5 ആണ്. 4 + 4 എന്താണ്? 8 ആണ്. സോ ഈ ഒരു മെട്രിക്സ് ആണ് എന്തെന്ന് പറയുന്നത്? രണ്ട് മെട്രിക്സിന്റെ സം എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മളെ ഏതാണ് നമ്മളെ ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആയിരിക്കും. ഓപ്ഷൻ എ ആണ് എന്ത് എന്ന് പറയുന്നത്? നമ്മുടെ മെട്രിക്സിന്റെ സം എന്ന് പറയുന്നത് എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു രണ്ട് മെട്രിക്സിന്റെ സം എന്ന് പറഞ്ഞിട്ടുള്ള ഇത് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ്? ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ മെട്രിക്സും എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ മെട്രിക്സും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും?
ഈ ഒരു ഇതിലായിരിക്കും നമ്മുടെ സമ്മ വരിക. അങ്ങനെയാണെങ്കിൽ എന്താണ് 1 + 1 2 ആണ്, 2 + 3 എത്രയാണ് 5 ആണ്, 3 + 2 5 തന്നെയാണ്, 4 + 4 8 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു മെട്രിക്സ് കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ബൈനറി, നമ്മൾ മാറിട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് നീങ്ങുന്നത്. സോ ഇഫ് എ ബൈനറി ഓപ്പറേഷൻ, ഒരു ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലെ, ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഏതില്? ഓൺ സെറ്റ് z ഓഫ് ഇൻഡിജേഴ്സ്, ഓൺ സെറ്റ് z ഓഫ് ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ a സ്റ്റാർ b എന്ന് പറയുന്നത് എന്താണ്? 3a - b. സോ സ്റ്റാർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് എവിടെ? സെറ്റ് z ഓഫ് ഇൻഡിജേഴ്സിലുള്ള. അങ്ങനെയാണെങ്കിൽ a സ്റ്റാർ b എന്ന് പറയുന്നത് വാല്യൂ എങ്ങനെയാണ് നമുക്ക് ആ ഒരു എക്സ്പ്രഷൻ തന്നിരിക്കുന്നത്? a സ്റ്റാർ b എന്ന് പറയുന്നത് 3a - b ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ then the value of 3 into 2 into 3 means 2 star 3 എന്നാണ് ഉദ്ദേശിക്കുന്നത്. 2 into അല്ല, 2 star 3 എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻറ്റു അല്ല കേട്ടോ അവിടെ വരുന്നത്. സോ ആ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തതാണ് അവിടെ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട്. ഒരു ബൈനറി ഓപ്പറേഷൻ ആണ് അവിടെ. ഓക്കെ, സോ 2 star 3 ഓഫ് എന്താണ്? സ്റ്റാർ 4 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫോമിൽ നമുക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. ഈ ഒരു ഫോമിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, a സ്റ്റാർ b എന്ന് പറയുന്നത് ഈക്വൽസ് ടു 3a - b ആണ്. അങ്ങനെയാണ് അത് റെപ്രസെന്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈ 2 star 3 ഈ ഒരു ബ്രാക്കറ്റിനുള്ളിൽ എന്തുണ്ട്? 2 star 3 into സ്റ്റാർ 4 ആണ് വരുന്നത്. സോ ഈ 2 star 3 എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 3 into കളർ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. സോ 3 into എന്താണ് വരുന്നത്? a - b ആണ്. a ന്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. മൈനസ് b എത്രയാണ്? 3 ആണ്. സോ 3 2 6 - 3 6 ആണ് അല്ലേ? 6 അല്ലേ വരാ? 6 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു കേസ് എന്താണ് പറയുന്നത്? സോ 2 star 3 കണ്ടെത്തിയേ. 2 star 3 ഈ ഒരു ഇത് നമ്മൾ കണ്ടെത്തി. ഈ ഒരു ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മീൻസ് ആ ഒരു എക്സ്പ്രഷൻ എങ്ങനെ മാറും? 6 star 4 എന്ന് പറഞ്ഞിട്ട് മാറും അല്ലേ? 6 star 4 എന്ന് പറഞ്ഞിട്ട് മാറും. 6 അല്ല 3 ആണ് കേട്ടോ. 6 - 3 3 ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എന്തുവായി നമ്മുടെ? സോ 3 ആണ് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈ 2 into 3 3 നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സോ നെക്സ്റ്റ് കേസ് നമ്മൾ എന്ത് നോക്കിയാൽ മതി? 3 star 4 നോക്കിയാൽ മതി. അങ്ങനെയാണ് സെയിം കേസ് തന്നെ എന്താണ്? 3 into a - b ആണ്. സോ a എന്ന് പറയുന്നത് എന്താണ്? എന്ന് പറയുന്നത് 3 ആണ്. മൈനസ് b എത്രയാണ്? 4 ആണ്. സോ 3 3 എത്രയാണ്? 9 ആണ്. 9 - 4 എത്രയാണ്? നമുക്ക് 5 എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാല്യൂ കിട്ടും അല്ലേ? 9 - 4 എത്രയാണ്? 5 എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാല്യൂ കിട്ടും. സോ 3, 5 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ കണ്ടെത്തി ഏതാണ്? 3 into 4 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്? ഡി ആണ് കണ്ടെത്തുന്നത്. നമ്മളോട് ഈ വാല്യൂ ആയിരുന്നു കണ്ടെത്താൻ പറഞ്ഞിരുന്നത് അല്ലെ? ഈ വാല്യൂ ആണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിരുന്നത്. അത് നമ്മൾ കണ്ടെത്തി. ആദ്യം 2 into 3 കണ്ടെത്തി. ആ 2 into 3 ചെയ്ത സമയത്ത് 2 into അല്ല 2 star 3 ചെയ്തു. ആ 2 star 3 ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 3 കിട്ടി. ആ 3നെ ആ ഒരു രണ്ടെണ്ണത്തിന്റെ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ആ 2 into 3 2 star 3 നമ്മൾ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? 3 എന്ന് പറഞ്ഞിട്ടാണ്. ഇനി നമുക്ക് എന്ത് കണ്ടെത്തണം? 3 star 4 കണ്ടെത്തണം. ഓക്കെ, അത് നമ്മൾ കണ്ടെത്തിയപ്പോൾ നമുക്ക് വാല്യൂ എന്ത് കിട്ടി? 5 കിട്ടി. സോ ഓപ്ഷൻ ഏതാണ്? ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് എന്ത്? നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താണ് ആ ഒരു നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യന്റെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളാണ്. സോ ബൈനറി ഓപ്പറേഷന്റെ ഒരു കേസ് ആയിരുന്നു ഇത്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. എവിടുത്തെ? സെറ്റ് സെഡ് എന്ന് പറഞ്ഞ ഓഫ് ഇൻഡിജേഴ്സിലെ എന്താണ്? ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. സോ ആ ഓപ്പറേഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത അല്ലെങ്കിൽ ആ ഒരു കേസ് എങ്ങനെ ഫംഗ്ഷൻ എങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ a സ്റ്റാർ b, ആ ഒരു സ്റ്റാർ എന്ന് പറയുന്ന ഫംഗ്ഷൻ അത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തത്? 3a - b എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് ഇത് ക്വസ്റ്റ്യനിൽ കൊടുത്ത കാര്യമാണ്. സോ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമ്മളോട് 2 star 3 into 2 star 3 ഓഫ് എന്താണ്? സ്റ്റാർ 4ന്റെ ആണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത്. സോ നമ്മൾ കണ്ടെത്തി. എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. കൊടുത്തോ നോക്കൂ. ആദ്യം a സ്റ്റാർ b കണ്ടെത്തി. a സ്റ്റാർ b കണ്ടെത്തി കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി? 3 എന്ന് പറഞ്ഞിട്ട് കിട്ടി.
ആ ഒരു 3 ആയിരിക്കും എന്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് എന്തായിരിക്കും 3 സ്റ്റാർ 4 ആയിരിക്കും. ആ 3 സ്റ്റാർ 4ൽ 3a മൈനസ് ബിയിൽ എ എന്ന് പറയുന്നത് 3 ആണ്, ബി എന്ന് പറയുന്നത് 4 ആണ്. സോ 3 × 3 മൈനസ് 4 എന്ന് പറയുന്നത് എത്രയാണ് 9 മൈനസ് 4 അല്ലെങ്കിൽ ഈക്വൽസ് ടു 5 ആയിരിക്കും നമ്മളെ വാല്യൂ. ഓക്കെ, സിമ്പിൾ ആയ. നെക്സ്റ്റ് വൺ എഫ് ഓഫ് എക്സ് ഈക്വൽസ് ടു എക്സ് സ്ക്വയർ ആണ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഈക്വൽസ് ടു എക്സ് സ്ക്വയർ ആണ് ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽസ് ടു 3 ആണ് അല്ലേ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത്. ഓക്കെ ആണല്ലോ. സോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എഫ് ഓഫ് എക്സ് ഈക്വൽസ് ടു എക്സ് സ്ക്വയർ ആണ്, ജി ഓഫ് എക്സ് ഈക്വൽസ് ടു 3 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താണ് പറഞ്ഞത്? എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ് കണ്ടെത്താൻ പറഞ്ഞത്. എന്താണ് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. ഈ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ ഒരു എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? ഇതാണ് അല്ലേ എഫ് ഓഫ്. ഇങ്ങനെയാണ് ശരിക്കുള്ള റെപ്രസെന്റേഷൻ അല്ലേ. അവിടെ നമ്മൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് തന്നെയാണ് സെയിം ഇതിൽ തന്നെയാണ് നമ്മൾ പറയാ. പക്ഷെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന രീതി നോക്കൂ. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. ഈ ഒരു ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത് അതാണ്. സോ എഫ് ഓഫ് ജി ഓഫ് എക്സ്. സോ എഫിന്റെ ഒരു ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ജി ഓഫ് എക്സ് ആണ് അല്ലെ. അപ്പൊ എന്താണ് പറയാ? ജി ഓഫ് എക്സ് ആണ്. സോ ജി ഓഫ് എക്സ് എന്താണ്? 3 ആണ്. സോ എഫ് ഓഫ് 3 ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് അല്ലേ. അങ്ങനെയല്ലേ? എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ് കണ്ടെത്താൻ പറഞ്ഞത്. സോ എഫ് ഓഫ് നമ്മൾ എഴുതി ജി ഓഫ് എക്സിന്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. സോ 3 ഇട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എഫ് ഓഫ് എക്സിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? എക്സ് സ്ക്വയർ ആയിരുന്നു. അപ്പൊ നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? എഫ് ഓഫ് 3 ആണ്. സോ എഫ് ഓഫ് 3 എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 സ്ക്വയർ ആണ്. 3 സ്ക്വയർ എന്താണ്? 9 ആണ്. കഴിഞ്ഞു, നമ്മുടെ ആൻസർ കഴിഞ്ഞു. എന്താണ് ആൻസർ? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ അല്ലേ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. എന്താണ്? 9 അല്ലേ. സിമ്പിൾ കാര്യല്ലേ. എഫ് ഓഫ് ജി ഓഫ് എക്സ് ആയിരുന്നു കണ്ടെത്താൻ പറഞ്ഞേ. എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്താ നിങ്ങൾക്ക് അറിയാലോ. ജി ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. സോ ആ ഒരു 3 നമ്മൾ എന്തായിരിക്കും എക്സ് സ്ക്വയർ ഫംഗ്ഷനിൽ ഇട്ടുകൊടുക്കും. സോ എന്ത് കിട്ടും? 3 സ്ക്വയർ എന്താണ്? 9 ആണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് സൈഡിൽ കൊടുത്തതെന്നുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, 2 ഫംഗ്ഷനും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോമ്പോസിഷൻ ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത് അല്ലെ. 2 ഫംഗ്ഷനും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ എന്താണ്? എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ് കണ്ടെത്താൻ പറഞ്ഞത്. സോ എന്താണ്? ഈ ഒരു ഫോമിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ എഫ് ഓഫ് ജി ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ജി ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണെങ്കിൽ എഫ് ഓഫ് 3 ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ എക്സ് സ്ക്വയറിന് 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ 3 സ്ക്വയർ എന്ന് വരും. 3 സ്ക്വയർ എന്താണ്? 9 ആണ്. പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് സൈൻ വൈ ഈക്വൽസ് ടു എക്സ് സൈൻ എ പ്ലസ് വൈ. നമ്മളോട് തന്നിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് കുറച്ച് എന്താ പറയാ ടഫ് ആയിട്ടുള്ള കാര്യമാണ്, ഇത് സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ വിചാരിക്കും. ജസ്റ്റ് വെറും 2 ഫോർമുല, 2 സിമ്പിൾ ആയിട്ടുള്ള ഫോർമുലാസ് മാത്രമേ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ആ ഒരു ഇത് ത്രൂ നമുക്ക് എന്താക്കാം, ഇത് സോൾവ് ചെയ്യാം. അപ്പോൾ അതാണ് പറഞ്ഞിരുന്നത്. ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഫ്ലോ ആയിട്ട് പോവാണ് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഒരു ഫ്ലോയിലാണ് നമ്മൾ പോവാം. അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? നമുക്ക് തന്നിട്ടുണ്ട് സൈൻ വൈ ഈക്വൽസ് എക്സ് സൈൻ എ പ്ലസ് വൈ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. സൈൻ വൈ ഈക്വൽസ് ടു എക്സ് സൈൻ എ പ്ലസ് വൈ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഏത് ഫോമിലേക്ക് മാറ്റാം? നമുക്ക് എക്സിന്റെ രീതിയിലേക്ക് മാറ്റാം അല്ലെ. എക്സിനെ മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതിനൊക്കെ ഒരു ഭാഗത്തേക്ക് വെക്കാം. സോ ഇക്വേഷൻ എങ്ങനെ മാറി? സൈൻ വൈ ബൈ സൈൻ എ പ്ലസ് വൈ എന്ന് പറഞ്ഞിട്ട് മാറി. സോ നമുക്കറിയാം എന്ത്, ഇത് നമ്മള് മീൻസ് വൈന്റെ വാല്യൂ അല്ല വരുന്നത്, എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അല്ലെ. മറ്റേത് നോർമൽ ഡിഫറൻസിയേഷനിൽ നമുക്ക് വൈ ഈക്വൽ ടു എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് വാല്യൂ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കണം? നമ്മൾ പൊതുവെ ചെയ്യുന്ന ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്താക്കും? ഡിഫറൻഷിയേറ്റ് ചെയ്യും. എങ്ങനെ? വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. മറ്റേത് എക്സ് വെച്ചിട്ടാണെങ്കിൽ ഇത് വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യും. സോ അങ്ങനെയാവുന്ന സമയത്ത് നമുക്ക് എന്താണ് കണ്ടെത്തേണ്ടത്?
dx by dy ആണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, എന്താണ് ഡിഫറൻഷിയേറ്റിംഗ് എന്താണ് വിത്ത് റെസ്പെക്ട് ടു y. ഓക്കെ ആണല്ലോ, വിത്ത് റെസ്പെക്ട് ടു y ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു തന്നിരിക്കുന്ന ഇത് കണ്ടല്ലോ, ഇക്വേഷൻ കണ്ടല്ലോ, ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, 1 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ അതെന്ന് പറയുന്നത് കോഷ്യൻ റൂള് അല്ലെ, കോഷ്യൻ റൂള് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ എന്താണ് കോഷ്യൻ റൂള്? സോ കോഷ്യൻ റൂൾ എന്ന് പറയുന്നത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആണ് വരുന്നത്. ഡിഫറൻഷിയേറ്റ് ചെയ്യുക ന്യൂമറേറ്ററിനെ. എന്താണ് ഇതിപ്പോ എഫ് ഓഫ് എക്സും താഴത്തെ ഡിനോമിനേറ്റർ ജി ഓഫ് എക്സും ആണെന്ന് വിചാരിക്കട്ടോ, എന്ത് വേണമെങ്കിലും നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങനെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ എഫ് ഓഫ് എക്സിന് ഈ ഒരു ക്വസ്റ്റ്യൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? എഫ് ഡാഷ് എക്സ് ആണല്ലേ വരുന്നത്. സോ എന്താണ് സൈൻ ഡി എക്സ് ഓഫ് സൈൻ വൈ എന്ന് പറയുന്നത് എന്താണ്? കോസ് വൈ ആണ്. ഇൻറ്റു ഡിനോമിനേറ്റർ ഏതാണ്? സൈൻ എ പ്ലസ് വൈ ആണ്. ഓക്കെ ആണല്ലോ, ആ ഒരു കേസ് കഴിഞ്ഞാൽ. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഈ ഒരു ക്വസ്റ്റ്യൻ റൂൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, മീൻസ് ന്യൂമറേറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇൻറ്റു ഡിനോമിനേറ്റർ മൈനസ് എന്താണ് ഡിനോമിനേറ്റർ മൈനസ് നെക്സ്റ്റ് കേസ് എന്താണ് വരുന്നത്? നമുക്ക് നെക്സ്റ്റ് കേസ് കണ്ടെത്തണം. എന്താണ്? സോ സൈൻ വൈ ആണല്ലേ വരുന്നത്. എന്താണ് ന്യൂമറേറ്റർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ ആണ് കണ്ടെത്തുന്നത്. സോ എന്താണ് ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ? കോസ് എ പ്ലസ് വൈ എന്ന് പറഞ്ഞിട്ടാണ് ഡിനോമിനേറ്റർ വരിക. ഡിവൈഡ് ബൈ എന്താണ് ഡിനോമിനേറ്റർ സ്ക്വയർ. ഡിനോമിനേറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ എ പ്ലസ് വൈ ഹോൾ സ്ക്വയർ വരും. സോ നമുക്ക് സൈൻ സ്ക്വയർ എ പ്ലസ് വൈ എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ മാറി അല്ലേ? മനസ്സിലായല്ലോ. ഡി ബൈ ഡി എക്സ് ഓഫ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ. ഓക്കെ ആണല്ലോ, ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ ഉണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കണം. എന്താണ് ഈ കോസ് വൈ ഇൻറ്റു സൈൻ എ പ്ലസ് വൈ. ഓക്കെ, ഈ ഒരു സൈൻ എ പ്ലസ് വൈനെ ഞാൻ എങ്ങനെ മാറ്റും? നമുക്കറിയാം സൈൻ ഓഫ് എ പ്ലസ് ബി എന്താണ്? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറി? കോസ് വൈ ഏതാണ്? ഈ കോസ് വൈ ആണ് കേട്ടോ. പിന്നെ സൈൻ എ പ്ലസ് ബിന്റെ കാര്യം ഞാൻ പറഞ്ഞു. എന്താണ് സൈൻ എ കോസ് വൈ പ്ലസ് കോസ് എ സൈൻ വൈ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടേം മാറും അല്ലേ? ആ ടേം അങ്ങനെ മാറും. മൈനസ് എന്താണ് സൈൻ വൈ മൈനസ് കോസ് എ പ്ലസ് വൈ ആണ് പിന്നെ തന്നിരിക്കുന്നത്. എന്താണ് നമ്മുടെ കോസ് എ പ്ലസ് വൈ എന്ന് പറയുന്നത്? സോ നമ്മുടെ കോസ് എ പ്ലസ് വൈ എന്ന് പറയുമ്പോൾ സൈൻ വൈ ഈക്വൽസ് ടു കോസ് എ കോസ് വൈ മൈനസ് സൈൻ എ സൈൻ വൈ. ഓക്കെ ആണല്ലോ. സോ ഇത് നമ്മൾ മാച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ഒരു ഡിനോമിനേറ്റർ ഉണ്ട്, മറന്നു പോകരുത് കേട്ടോ. ഡിനോമിനേറ്റർ എന്താണ്? സൈൻ സ്ക്വയർ എ പ്ലസ് വൈ എന്ന് പറഞ്ഞിട്ടാണ് ഡിനോമിനേറ്റർ വരിക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോസ് എക്സ് ഫസ്റ്റ് ടേമിൽ കോസ് എക്സിന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, സൈൻ വൈനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോസ് വൈനെയും അതേപോലെ തന്നെ സൈൻ വൈനെയും നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് dx by dy equals to എന്താണ് കോസ് സ്ക്വയർ സൈൻ എ എന്ന് വരും അല്ലേ? കോസ് സ്ക്വയർ സൈൻ എ എന്ന് പറഞ്ഞിട്ട് വരും അല്ലേ? കോസ് സ്ക്വയർ സൈൻ എ എന്ന് പറഞ്ഞിട്ട് കോസ് സ്ക്വയർ വൈ സൈൻ എ എന്ന് പറഞ്ഞിട്ട് വരും അല്ലേ? അങ്ങനെയാണല്ലോ. കോസ് സ്ക്വയർ വൈ ഇല്ലേ? കോസ് വൈ ഉണ്ട്, ഈ ഒരു ടേമിൽ കോസ് വൈ ഉണ്ട്. സോ കോസ് സ്ക്വയർ വൈ സൈൻ എ പ്ലസ് എന്താണ് കോസ് എ സൈൻ വൈ കോസ് വൈ മൈനസ് എന്താണ് നെക്സ്റ്റ് ടേം പറയുന്നത്? സൈൻ്റെ ആണ്. സൈൻ വൈ കോസ് എ കോസ് വൈ പ്ലസ് ലാസ്റ്റ് ടേം ഏതാണ്? സൈൻ സ്ക്വയർ വൈ അല്ലേ വരിക? ലാസ്റ്റ് ടേം അതാണ് വരുന്നത്. സൈൻ സ്ക്വയർ വൈ സൈൻ എ എന്ന് പറഞ്ഞിട്ടാണ് വരിക. ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ഉണ്ട്, എനിക്കിവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ സൈഡിൽ എഴുതി എ പ്ലസ് വൈ സൈൻ സ്ക്വയർ എ പ്ലസ് വൈ എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ത് ഈ ഒരു ടേമും ക്യാൻസൽ ആവും അല്ലേ? സെയിം അല്ലേ? സിമിലർ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താക്കി ഒന്ന് മേലെ റബ്ബ് ചെയ്യാണ് കേട്ടോ. സോ എന്ത് കിട്ടും? ബാക്കി അവിടെ വരുന്ന ടേംസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഫസ്റ്റ് ടേമും ഈ ഒരു ടേമാണ്. അപ്പോൾ കോസ് സ്ക്വയർ വൈ സൈൻ എ
സൈൻ എന്ന് പറഞ്ഞിട്ടും പ്ലസ് സൈൻ സ്ക്വയർ വൈ സൈൻ എ എന്ന് പറഞ്ഞിട്ടുമാണ് ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ എ പ്ലസ് ബി എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ ആണല്ലോ. സൈൻ സ്ക്വയർ എ പ്ലസ് ബി എന്ന് പറഞ്ഞിട്ട് വരും. അങ്ങനെ സൈൻ സ്ക്വയർ എ പ്ലസ് ബി എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്ത് മേലത്തെ ടേം നിങ്ങൾക്ക് എന്ത് കോമൺ ആക്കി എടുക്കാം, സൈനെ കോമൺ ആക്കി എടുക്കാം. സോ സൈനെ കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ കോസ് സ്ക്വയർ വൈ പ്ലസ് സൈൻ സ്ക്വയർ വൈ എന്താണ് ഇത് എന്ന് പറയുന്നത് എന്താണ് 1 ആണ്. സോ ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ എ പ്ലസ് ബി എന്ന് പറഞ്ഞിട്ട് വരും. അങ്ങനെയാണെങ്കിൽ സൈൻ സ്ക്വയർ എ പ്ലസ് ബി എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സോ എന്താണ് പറയുന്നത്? കോസ് സ്ക്വയർ വൈ പ്ലസ് സൈൻ സ്ക്വയർ വൈ 1 ആണ്. സോ മേലത്തെ ടേം എന്തായി? സൈൻ എന്ന് മാത്രമായി. പിന്നെന്താണ് ഡിനോമിനേറ്റർ? സൈൻ സ്ക്വയർ എ പ്ലസ് വൈ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇക്വേഷൻ മാറിയിരിക്കുകയാണ് അല്ലേ? ഇക്വേഷൻ മാറിയിരിക്കുകയാണ്. സോ നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? dx ബൈ dy ആണ്. പക്ഷെ നമുക്ക് അതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ല. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വിത്ത് റെസ്പെക്ട് വൈ ആണെങ്കിലും നമ്മൾ എന്താക്കണം? അതിനെ മാറ്റണം. ഏത് ഫോർമുലയായിരിക്കണം? dy ബൈ dx ആക്കണം. സോ എന്ത് ചെയ്താൽ മതി? ഒന്ന് തല തിരിച്ചിട്ടാൽ മതി. സോ എന്തായി? സൈൻ സ്ക്വയർ എ പ്ലസ് വൈ ബൈ സൈൻ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഏതാണ് നമ്മുടെ ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു തന്നു കിട്ടിയ ആൻസറിന് സ്യൂട്ടബിൾ ആയിട്ട് നോക്കിയേ. ഈ ഒരു ഓപ്ഷൻ ബി ആണ് അല്ലേ? സോ ഓപ്ഷൻ ബി ആണ് എന്ത് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ഇത്ര സ്റ്റെപ്പ് നോക്കണ്ട, നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ആലോചിച്ചാൽ മതി. നമ്മളെ ഇക്വേഷൻ എക്സിന്റെ ഫോമിലേക്ക് മാറ്റി എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ആക്കി. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ആക്കിയോണ്ട് തന്നെ നമ്മൾ എന്താക്കണം? നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആയിരിക്കണം. ഓക്കെ. സോ dx ബൈ dy എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? ഈ ഒരു സൈൻ സ്ക്വയർ എ പ്ലസ് വൈ ബൈ സൈൻ എന്ന് പറഞ്ഞിട്ട് വാല്യൂ കിട്ടും. ഓക്കെ ആണല്ലോ. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ. സോ ഞാൻ ഇത് പറഞ്ഞ് ഓവർ ലെങ്ത് ആക്കുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദി പോയിന്റ് പി divides the line segment joining 2 points A എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെയാണ് പോയിന്റ്സ് വന്നത്? 2, -5, 2. ഓക്കെ ആണല്ലോ. ആൻഡ് ബി എന്ന് പറഞ്ഞിട്ട് -3, 5, 2 എന്ന് പറഞ്ഞിട്ട്. സോ ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്, രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്നത്. സോ രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ടെങ്കിൽ അതിനെ എന്താണ് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുക. പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റിൽ ഡിവൈഡ് ചെയ്യുക. എങ്ങനെ? ഏത് റേഷ്യോയില്? 1/4 റേഷ്യോയില്, 1:4 റേഷ്യോയില്, 1:2 റേഷ്യോ, 1:4 റേഷ്യോയില്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ തന്ന കാര്യമാണ് ഞാൻ വായിക്കുന്നത്. 1:4 റേഷ്യോയില് എന്താണ് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്റേണലി ആണ് ഡിവൈഡ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഏതാണ് നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്? ഏതാണ്? സെക്ഷൻ ഫോർമുല അല്ലേ? സെക്ഷൻ ഫോർമുല ഇന്റേണലിന്റെ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്റേണലും ഉണ്ട് എക്സ്റ്റേണലും ഉണ്ട്. കട്ട് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. നമുക്ക് ഒരു ലൈൻ സെഗ്മെന്റിനെ കട്ട് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, റേഷ്യോസും തന്നിട്ടുണ്ട്, ഇന്റേണലി ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എന്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ പോയിന്റ് ഏതാണ്? ഇപ്പൊ ഞാൻ പി എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. പി എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് വിചാരിച്ചോ. സോ 3 കോർഡിനേറ്റ്സ് ഉണ്ട്. സോ z ആക്സിസും ഉണ്ട്. സോ അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇക്വേഷൻ? എന്താണ്? mx1 പ്ലസ് nx2 ഡിവൈഡ് ബൈ m പ്ലസ് n. ഇത് എക്സിന്റെ ടേം കണ്ടെത്താൻ my1 പ്ലസ് ny2 ഡിവൈഡ് ബൈ m പ്ലസ് n. ഇത് y ടേം കണ്ടുപിടിക്കാൻ mz1 പ്ലസ് nz2 എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ m പ്ലസ് n. ഈ ഒരു ഇക്വേഷനിലെ നമുക്ക് നമ്മൾ എന്താണ് സെക്ഷൻ ഫോർമുല 2 വേരിയബിൾസിന്റെ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? 2 കോർഡിനേറ്റ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇത് 3 കോർഡിനേറ്റ് ആണ്. സോ എന്താണ് ഒരു ടേം കൂടി ഇവിടെ കൂട്ടാണ്. എന്താണ്? mz1 പ്ലസ് nz2 എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ m പ്ലസ് n നമ്മുടെ ടേം കൂടി ആഡ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇതിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ കിട്ടൂലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ? എന്താണ് നമുക്ക് അറിയാം? m എന്ന് പറയുന്നത് എത്രയാണ്? m എന്ന് പറയുന്നത് 1 ആണ്, n എന്ന് പറയുന്നത് 4 ആണ്. സോ 1 into -3 എന്നാണ് വരുന്നത്. സോ 1 into -3 പ്ലസ് n എത്രയാണ്? 4 ആണ്. x2 എത്രയാണ്? x2 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? x2 എന്ന് പറയുന്നത് എന്താണ് തന്നിട്ടുണ്ട്? 2 ആണെന്ന് തന്നിട്ടുണ്ട്. 2 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? 2 ആണ് തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ
എം പ്ലസ് എൻ എത്രയാണ് 1+4 ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സിന്റെ ആ ഒരു കോർഡിനേറ്റിന്റെ വാല്യൂ. ഓക്കെ ആണല്ലോ. സോ ഇവിടെ കൊടുത്തതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. എന്താണ് എം എക്സ് ടു പ്ലസ് എൻ എക്സ് വൺ ആണ് കേട്ടോ. എം എക്സ് ടു പ്ലസ് എൻ എക്സ് വൺ. സെയിം കേസ് എന്താണ് എം വൈ ടു പ്ലസ് എൻ വൈ വൺ. അതേപോലെ തന്നെ സെഡിന്റെ കേസ് നോക്കുകയാണെങ്കിൽ എം സെഡ് ടു പ്ലസ് എൻ സെഡ് വൺ ആണ് കേട്ടോ. അതാണ് കേസ്. ഞാൻ ഇപ്പോൾ കൊടുത്തത് എങ്ങനെയായിരുന്നു, എം എക്സ് വൺ എന്ന് പറഞ്ഞാൽ കൊടുത്തത് അങ്ങനെയല്ല വരുന്നത്. എം മീൻസ് എക്സിന്റെ കേസ് ആണെങ്കിൽ എക്സ് ടു പ്ലസ് എന്താണ് എൻ എക്സ് വൺ, ആ ഒരു ഫോമിലാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ മനസ്സിലായല്ലോ. സെഡിന്റെയും വൈന്റെയും കോർഡിനേറ്റ് നിങ്ങൾ കണ്ടെത്താലോ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നെക്സ്റ്റ് കേസ് പറയുന്നത്? നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് 1 ആണല്ലേ വരിക. 1 ആണ് നമ്മുടെ ഇത് വരിക, എം വരിക. സോ 1 ഇൻറ്റു y2 എന്ന് പറയുന്നത്, y2ന്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 5 ആണ് അല്ലേ. സോ 1 ഇൻറ്റു 5 എന്ന് പറഞ്ഞിട്ട് വരും. 1 ഇൻറ്റു 5 അല്ലേ വരുന്നത്? ആണ്. 1 ഇൻറ്റു 5 പ്ലസ് നെക്സ്റ്റ് എന്താണ് 4 ഇൻറ്റു n എന്താണ് 4 ആണ്. സോ 4 ഇൻറ്റു നെക്സ്റ്റ് വൺ എന്താണ് y1 ആണ് വരുന്നത്. y1 എന്താണ് -5 ആണ്. സോ അതുകൊണ്ട് തന്നെ എന്ത് കിട്ടും? ലാസ്റ്റ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സെഡിന്റെ കേസ് ആകുമ്പോഴോ സെഡ് എന്ന് പറയുന്നത് 1 ഇൻറ്റു 2 ആയിരിക്കും. പ്ലസ് എന്താണ് n ഇൻറ്റു n എന്ന് പറയുമ്പോൾ 4 ആണ്. z1 എന്താണ് z1 2 ആണ്. സോ 4 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 1+4. ഓക്കെ ആണല്ലോ. ഇതിലെന്താ ഡൗട്ട് ഇല്ലല്ലോ? ഡൗട്ടൊന്നും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇക്വേഷൻ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു. എം എക്സ് ടു പ്ലസ് എൻ എക്സ് വൺ ഡിവൈഡ് ബൈ 2. അതേപോലെ തന്നെ y2 y1 അങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഞാൻ നേരത്തെ ചെയ്തത് y1 y2 എന്ന് പറഞ്ഞുള്ള രീതിയിലായിരുന്നു ഞാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ മാറും. അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ കോർഡിനേറ്റ്സ് പറയുന്നത് എന്തായിട്ട് കിട്ടി? 1 -3, 2 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടും. ഏതാണ് 1 -3, 2 എന്ന് പറയുന്ന വാല്യൂ? ഈ ഒരു ഓപ്ഷൻ ബി ആണ് അല്ലേ. സോ ശ്രദ്ധിക്കുക, എന്താണ് ഇത് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്ത ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ഒരു കോർഡിനേറ്റ്സ് കിട്ടും. അപ്പോൾ ഇക്വേഷനിലാണ് എല്ലാം കിടക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുമുണ്ട് കേട്ടോ. അത് ഞാൻ അവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്തത്, ഇഫ് ഒ എ സി എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാം ആണെന്ന് വിചാരിക്കാം. ആയിക്കോട്ടെ, വിചാരിക്കാം. ഒരു പാരലലോഗ്രാം വരച്ചേ. ഒ എ സി ബി പാരലലോഗ്രാം ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ വിത്ത് ഒ സി ഈക്വൽസ് ടു എ ആൻഡ് എ ബി ഈക്വൽസ് ടു ബി, ദെൻ ഒ എ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഒ സി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഡയഗണൽ ഉണ്ടാവും അല്ലേ. എ ബി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടാവും. വെക്ടറിന്റെ കേസ് ആയതുകൊണ്ട് തന്നെ ഇത് O to C ആണ്. നെക്സ്റ്റ് വൺ എന്താണ്? ഇത് O to A ആണ്, ഇത് O to B ആണ് അല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ OA ഈസ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. OA എന്ന് പറഞ്ഞിട്ടുള്ള വെക്ടറിന്റെ കേസാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ തന്നിട്ടുണ്ട് എന്ത്, OC എന്ന് പറയുന്നത് ഈക്വൽസ് ടു A ആണ് തന്നിട്ടുണ്ട് അല്ലേ. OC എവിടെ? OC ഇതാ ഈ ഒരു ഡയഗണൽ ആണ് OC എന്ന് പറയുന്നത്. ഈ ഒരു ഡയഗണൽ ആണ് OC എന്ന് പറയുന്നത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് എന്താണ്? ബേസ് പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? OA എന്ന് പറയുന്നത് പ്ലസ് AC എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം അല്ലേ. അങ്ങനെ എഴുതിക്കൂടെ? അങ്ങനെ എഴുതാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, നമുക്കറിയാം OB എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? സെയിം അല്ലേ, പാരലൽ ആയിട്ടല്ലേ വരുന്നത്. OB എന്ന് പറയുന്നത് എന്താണ്? ACക്ക് ഈക്വൽ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ OC എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? OA പ്ലസ് OB എന്ന് പറഞ്ഞിട്ട് എനിക്ക് മാറ്റാം. ഇതിനെ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ ആക്കി വെച്ചു. ഓക്കെ ആണല്ലോ. അതിന് സെക്കൻഡ് കേസ് എന്താ പറഞ്ഞിരുന്നത്? AB എന്ന് പറഞ്ഞിട്ടായിരുന്നു തന്നിരുന്നത്. എന്താണ് AB എന്ന് പറഞ്ഞിട്ട് തന്നിരുന്നത്? ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ AB എന്ന് പറയുന്നത് ഈക്വൽസ് ടു B ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ AB എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്. ഈ ഒരു നെക്സ്റ്റ് ഡയഗണൽ ഏതാണ്? ഈ ഒരു ഡയഗണലാണ് AB എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? നമുക്കതിനെ ഞാൻ ഇവിടെ ഒന്ന് റബ്ബ് ചെയ്ത് എങ്ങനെ എഴുതാം? നമുക്കതിനെ AO അല്ലേ, AO. ഓക്കെ ആണല്ലോ. A to B ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഇതെന്താണ്? O to A ആണ് വരുന്നത്. അപ്പൊ നമ്മൾ AO എന്ന് പറഞ്ഞിട്ട് എഴുതണം. എന്നിട്ട് ചേഞ്ച് ചെയ്യാം. AO പ്ലസ് എന്താണ്? OB ആണ് നമുക്ക് എന്ത് പറയുന്നത്? B എന്ന് പറഞ്ഞിട്ട് തന്നെ. സോ നമുക്ക് വേണ്ട എന്താണ്? OA ആണ്. സോ വെക്ടറിനെ എങ്ങനെയാണ് നെഗറ്റീവ് നമുക്ക് ചേഞ്ച് ചെയ്യാണ്.
O to A ആണ് നമുക്ക് വേണ്ടത്, A to O അല്ല. സോ അതുകൊണ്ട് തന്നെ OB മൈനസ് OA ഈക്വൽസ് ടു B അല്ലേ? അപ്പൊ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും ഇക്വേഷൻ വേണ്ട OA എന്ന് പറഞ്ഞിട്ടാണ് വേണ്ടത് അല്ലേ? OA എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താക്കണം? OA എന്ന് പറഞ്ഞാണ് നമുക്ക് കിട്ടണ്ടേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്ത്, ഈ ഇക്വേഷൻ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ OA ക്യാൻസൽ ആയി പോകും. അതുകൊണ്ട് തന്നെ എന്താക്കണം? നമ്മൾ മൈനസ് ചെയ്യണം. സോ OA ഈ ഒരു കേസ് എങ്ങനെ വരിക എന്ന് വെച്ചാൽ OA മൈനസ് ഓഫ് മൈനസ് OA ആണെന്ന് വരിക, പ്ലസ് ആണ് വരിക. സോ എന്ത് കിട്ടും? 2OA ഈക്വൽസ് ടു എന്തെന്ന് പറഞ്ഞിട്ട് കിട്ടും? A മൈനസ് B എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? A മൈനസ് B എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാല്യൂ കിട്ടും. ഓക്കെ ആണ്. ഈ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താണ് ഈ OA പ്ലസ് OB എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? A എന്ന് പറയുന്ന ടേമിന് ഈക്വൽ ആണ് അല്ലേ? അതേപോലെ തന്നെ ഈ ഒരു AB-ന്റെ കേസ് നോക്കുകയാണെങ്കിൽ OB മൈനസ് OA ആണ് എന്ത് പറയുന്നത്? B എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 2OA ഈക്വൽസ് ടു A മൈനസ് B എന്ന് പറയുന്നത് എന്താണ്? OA മാത്രം അവിടെ വെച്ച് കഴിഞ്ഞാൽ 1/2 ഓഫ് A മൈനസ് വെക്ടർ A മൈനസ് വെക്ടർ B എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഏതാണ് ഈ ഒരു ആൻസർ? കറക്റ്റ് ആയിട്ട് ആൻസർ ഏതാണ്? ഓപ്ഷൻ D ആണ് അല്ലേ? സിമ്പിൾ അല്ലായിരുന്നോ? സിമ്പിൾ ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ത്, നമുക്കൊരു പാരലോഗ്രാം ഉണ്ട്, OAC എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ O to A, O to B, O to C എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെക്ടർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കിട്ടും? നമുക്ക് OC കണ്ടെത്തണം. OC എന്താണ്? C ആണെന്ന് തന്നിട്ടുണ്ട്. OC എന്ന് പറയുന്നത് ഈ ഒരു ഡയഗണൽ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം എന്ത്, ഹൈപ്പോട്ടനസ് അറിയാം എന്താ? ബേസ് പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് ആണ്. സോ ആ ഒരു ബേസിൽ നമ്മൾ ഒരു ഫസ്റ്റ് ഇക്വേഷനിൽ എത്തും. അത് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഫോമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ AB കണ്ടെത്തും. AB എന്ന് പറയുന്നത് എന്താണ്? AO ആണ്. A to B ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ കിടക്കുന്നത് എങ്ങനെയാണ്? A to O, അതേപോലെ തന്നെ O to B എന്ന് പറഞ്ഞിട്ടാണ്. സോ അതിനെ നമ്മൾ എന്താക്കണം? OA ആക്കണം. സോ എന്തായി? ഈ ഒരു ഫോമിൽ എത്തും. ഏതാണ്? OB, വെക്ടർ OB മൈനസ് OA ഈക്വൽസ് ടു B എന്ന് പറഞ്ഞിട്ടുള്ള വെക്ടറാണ് വാല്യൂ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1 - 2 ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2 വെക്ടർ ഓഫ് OA എന്ന് പറഞ്ഞിട്ട് 2OA ഈക്വൽസ് ടു വെക്ടർ A മൈനസ് വെക്ടർ B ആണെങ്കിൽ 2നെ പുറത്ത് കൊണ്ടു കഴിഞ്ഞാൽ 1/2 ഓഫ് A മൈനസ് B, വെക്ടർ A മൈനസ് വെക്ടർ B എന്ന് പറഞ്ഞിട്ട് കിട്ടും. സോൾവ് ചെയ്തു. സോ നെക്സ്റ്റ് വൺ, ലാസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതെന്ന് പറയുന്നത്? അപ്പൊ നിങ്ങൾ വിചാരിക്കും നേരത്തെ പാരലോഗ്രാം ഒക്കെ വലിയ സ്റ്റെപ്സും കാര്യങ്ങളല്ലേ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമില്ല. നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ, ആകെ ഒരു ഡയഗ്രാം വരയ്ക്കണം എന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് മൈൻഡിൽ ഓർമ്മ ഉണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങനെ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മളോട് കണ്ടെത്തേണ്ട എന്താണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ആ ഒരു പാരലോഗ്രാം വരച്ച് കാണിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? സോ നെക്സ്റ്റ് വൺ, the coordinates of the centroid of the triangle whose vertices are. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ട്രയാങ്കിൾസിന്റെ സെൻട്രോയിഡ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുകയാണ് അല്ലെ? നമുക്കറിയാം എന്ത് സെൻട്രോയിഡ് എന്ന് പറയുന്നത് ആ ഒരു ട്രയാങ്കിളിന്റെ സെന്റർ പോയിന്റ് ആണ്. നമുക്കറിയാം എങ്ങനെ മീഡിയനെ ഡ്രോ ചെയ്ത ലൈന് കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതിനെയാണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് ഫോർമുല എങ്ങനെയാണ് പഠിച്ചത്? ഫോർമുല തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാല്യൂസ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. x1 y1, x2 y2, x3 y3 എന്നാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ്? x1 plus x2 plus x3 by 3, y1 plus y2 plus y3 by 3. ഏതാണ് ഈ ഒരു ഇതിന് റെഡി ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ്. സോ ഓപ്ഷൻ സി ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? സോ എന്താണ്, നമ്മളെ ഈ ഒരു സെഷൻ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ എന്താണ് ക്ലാസ്സുകൾ മീൻസ് ഈ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്സ് എങ്ങനെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ അത് സോൾവ് ചെയ്യുമെന്ന് പറഞ്ഞുള്ള വീഡിയോ ബാക്കിയുള്ള സബ്ജക്റ്റും കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, ഫ്യൂച്ചർ പ്ലസ് അക്കാഡമീനെ ജോയിൻ ചെയ്യുക. ഓക്കെ, ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങളെ 24/7 നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.